പഴയ ജനറേഷൻ ഓഫ് ടാറ്റ ആൻഡ് പുതിയ ജനറേഷൻ ഓഫ് ടാറ്റ തമ്മിൽ ഒരു മാറ്റമുണ്ട്. യെസ്, ഇപ്പോൾ സത്യങ്ങളൊക്കെ ഒരു ഓപ്പണായി പറഞ്ഞു തുടങ്ങി. അതായത് ഈ വാഹനമൊക്കെ ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് ഇവർ പറയുന്ന റേഞ്ചൊന്നും നമുക്ക് കിട്ടില്ല. അതിന് ശേഷം ടാറ്റയ്ക്ക് തന്നെ മനസ്സിലായി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇവർ ഒരു കാര്യത്തിലേക്ക് എത്തി. യെസ്, C75, അതായത് 75% ഓഫ് ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു റേഞ്ചാണ് കുറച്ചും കൂടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന റേഞ്ച്. അങ്ങനെ ഇന്ന് എൻ്റെ കൂടെയുള്ള Tiago.EV 2026 നമ്മൾ റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബ്രാൻഡ് പറയുന്നത് ഏകദേശം 205 കിലോമീറ്റർ പോകാൻ സാധിക്കും വിത്ത് ഫുൾ ചാർജിൻ്റെ അകത്തിരിക്കുന്ന 24 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് C75 കേട്ടോ, പണ്ടൊക്കെ ഇത് കൂട്ടി പറഞ്ഞിരുന്നു, അപ്പോൾ അതൊന്നും പറയുന്നില്ല. ഇന്ന് ഈ ഒരു ടിയാഗോൻ്റെ അകത്തുള്ളത് 98% ചാർജാണ്. അത് വെച്ചിട്ട് ഈ വാഹനത്തിൻ്റെ റീജൻ എല്ലാം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 160 കിട്ടും. റീജൻ ഇടുമ്പോൾ റേഞ്ച് കൂടും. സോ റീജൻ എല്ലാം ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 170 കിലോമീറ്റർ പോകാൻ സാധിക്കും എന്നാണ് പറയണേ. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റ് ഡ്രൈവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വാഹനത്തിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് വറ്റിക്കാൻ പോവാണ്. തിരിച്ച് ഞാൻ ഈ ഹോട്ടലിൽ എത്തുമ്പോൾ ഈ വാഹനത്തിനകത്ത് 0% ആയിരിക്കും ചാർജ്. സോ അത് വെച്ചിട്ട് ഈ വാഹനം എത്ര കിലോമീറ്റർ പോയി, അത് മാത്രമല്ല ഈ വാഹനത്തിനകത്ത് വന്ന മാറ്റങ്ങൾ ഇൻ ടേംസ് ഓഫ് ടെക്നിക്കാലിറ്റി എല്ലാ കാര്യങ്ങളും നോക്കാം. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. അപ്പോൾ റീജൻ ഏറ്റവും കുറച്ചിട്ടപ്പോൾ അറൗണ്ട് 160 ഇവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല റീജൻ ഞാൻ ഇവിടെ ഫുൾ കൂട്ടിയിടുമ്പോൾ അറൗണ്ട് 170 ആണ്. AC ഓൺ ആണ്. AC ഓഫ് ചെയ്യുമ്പോൾ നല്ല മാറ്റം വരും. പക്ഷേ ആക്ച്വലി അങ്ങനെ ആരും വണ്ടി ഓടിക്കാറില്ല. സോ നമ്മൾ AC ഇട്ടിട്ടാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു കിലോമീറ്റർ ഈ ഒരു ഡ്രൈവ് കഴിയുമ്പോഴേക്കും കിട്ടും. എന്നാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഒരു കാര്യം കേട്ടോ, സീറ്റ് ബെൽറ്റ് ഇടാൻ അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. മറ്റേ ഒന്ന് തപ്പണം, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവരൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നമ്മൾ പോൾട്ട് ചെയ്യുമ്പോൾ. സോ ഡ്രൈവ് സെലക്ടർ ഡിയിലേക്ക് ഇടുന്നു, ഡോർ അടയ്ക്കുന്നു, പോകുന്നു. അങ്ങനെ നമ്മൾ ടിയാഗോനെ വറ്റിക്കാൻ തീരുമാനിച്ചു. പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കവളനഹള്ളി. അപ്പോൾ പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. കാരണം ഇവിടുന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ പോയ ഇഷ ഫൗണ്ടേഷൻ ഉണ്ട്. സോ അവിടെ വരെ പോവാം, അവിടെ പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു പോക്കിൽ നമ്മളിതിൻ്റെ അകത്ത് റീജൻ യൂസ് ചെയ്യുന്നില്ല. സോ അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റീജൻ ഇല്ലാതെ നമുക്ക് അത്ര കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റീജൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കിട്ടും എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല വണ്ടിയുടെ ഡ്രൈവിംഗ് കണ്ടീഷനിൽ പ്രത്യേകിച്ച് EV ഓടിക്കുന്ന പോലെ ഒന്നും ഞാൻ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. AC ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല ചൂടുണ്ട്. സോ AC ഫുൾ ടൈം ഓണിലാണ്. അത് മാത്രമല്ല നമ്മളിതിനെ EV പോലെ ഓടിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ മിക്ക വാഹനങ്ങളും ഡ്രൈവ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് EV ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ഉറപ്പായിട്ട് നമ്മൾ കുറച്ചും കൂടി ലിമിറ്റ് ചെയ്ത് ഓടിച്ച് കഴിഞ്ഞാൽ കൂടുതലായിരിക്കും കിട്ടുക. സോ നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയതിന് ശേഷം തിരിച്ച് ഹോട്ടലിൽ എത്തിക്കുമ്പോഴേക്കും നമുക്ക് ഈ വണ്ടീനെ കംപ്ലീറ്റ്ലി വറ്റിക്കണം. അപ്പോൾ കിട്ടുന്ന ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ റിയലിസ്റ്റിക് റേഞ്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന റിയലിസ്റ്റിക് റേഞ്ചിൽ ആ റേഞ്ചിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വാഹനം കൺസിഡർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ 20 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു SOC ചെക്ക് എടുക്കാം. അതായത് വണ്ടി ഞാൻ ഹോട്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 98% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 86% ചാർജ് ആയിട്ടുണ്ട്. വണ്ടി ഇനി 141 കിലോമീറ്റർ പോകും. സോ കൺസപ്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ 144 Wh പെർ കിലോമീറ്റർ ആണ്. അത്ര എഫിഷ്യൻ്റ് അല്ല, കാരണം നമ്മൾ ഇതിനകത്ത് റീജൻ യൂസ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല നമ്മൾ സാധാ വാഹനം പോലെ ഓടിക്കുന്നത് 80 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഒപ്പീനിയൻ ഓൺ ദിസ് കാർ പറയുകയാണെങ്കിൽ ആക്ച്വലി ഇത് ഭയങ്കര ഇംപ്രസീവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനത്തിനകത്ത് വന്നൊരു മാറ്റം കാരണം തന്നെ നമ്മളൊരു പുതിയൊരു വണ്ടിയിലിരുന്ന് ഓടിക്കുന്നൊരു ഫീലാണ്. അല്ലാതെ നമ്മൾ പഴയ ടിയാഗോനെ എവിടെയും ഇത് ഓർമ്മപ്പെടുത്തുന്നില്ല. അത് ഫസ്റ്റ്. രണ്ടാമത്തെ കേസ്, ഒരു വണ്ടിനകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു 5-6 കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ ഈ വണ്ടിനകത്തുള്ള സസ്പെൻഷൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പേപ്പേഴ്സിൽ സസ്പെൻഷൻ്റെ രീതികളൊന്നും മാറിയിട്ടില്ല. പക്ഷേ ഈ ഒരു വാഹനം കുറേ കാര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടിട്ടുണ്ട്. സോ ആ മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ കാലിബ്രേഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുക. അപ്പോൾ ഏതൊരു വാഹനം ഓടിക്കുമ്പോഴും എനിക്ക് ആ ഒരു സസ്പെൻഷൻ്റെ അകത്ത് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിനകത്ത് അവർ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നുള്ള ഫീലാണ്. സോ അത് ഗംഭീരമായിട്ടുണ്ട്. കാരണം ഈ ഒരു വണ്ടിയും ഈ വണ്ടിയുടെ പ്രൈസ് പോയിൻ്റൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അതിനുശേഷം സ്റ്റിയറിംഗ് മാറിയപ്പോൾ കാലിബ്രേഷനിൽ മാറ്റം വന്നു. സോ അഗെയിൻ ഈ ഒരു സ്റ്റിയറിംഗ് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ ഇതിനകത്ത് നെക്സോണിൽ ഓടിച്ചാലും പഞ്ചിൽ ഓടിച്ചാലും ഇനിയിപ്പോൾ ഹാരിയറിൽ ഓടിക്കുമ്പോൾ ഞാൻ സ്ഥിരമായി കംപ്ലയിൻറ്റ് പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ കംപ്ലയിൻറ്റ് പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഗ്രിപ്പ് കൂടിയിട്ടുണ്ട്. രണ്ടാമത് ഈ ഒരു ഗ്ലോസി പാർട്ടെല്ലാം അവരെടുത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻസ് ഒക്കെ ഒഴിവാകുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല, ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ കണക്റ്റ്, അതാണ് എപ്പോഴും ഒരു സ്റ്റിയറിംഗിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു കണക്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചും അല്ലെങ്കിൽ ആ വാഹനത്തിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ വാഹനത്തിനെ നമ്മൾ വിചാരിച്ച ലൈനിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ലിറ്ററലി 2 കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇനി മൂന്നാമത് ഈ വാഹനത്തിൻ്റെ എയറി ആയിട്ടുള്ളൊരു ക്യാബിനാണ്. ഞാൻ പറഞ്ഞു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാബിൻസ് ആണ് ഫോർ ദിസ് പ്രൈസ്. അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിനകത്തുള്ള വെളിച്ചം, ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ കാരണം നമുക്ക് എവിടെയും ഒരു ഡൾ ഫീലില്ല.
ഇനി എർഗണോമിക്സ്, അപ്പോൾ ഞാൻ സ്ഥിരമായി വാഹനങ്ങളിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാം കയ്യെത്തും ദൂരത്താണ്. ഈവൻ ഇതിൻ്റെ ഈ ഒരു സ്റ്റോക്സ് ആണെങ്കിലും AC ആണെങ്കിലും സിയുടെ കൺട്രോൾസൊക്കെ ഇപ്പോൾ ഫിസിക്കലായി. സോ നമുക്ക് കാഴ്ച ഓൺ ദ റോഡ് ആണെങ്കിൽ കൈ കൊണ്ട് ഇതിൻ്റെ ഫ്ലോവർ സ്പീഡും ടെമ്പറേച്ചർ കൂട്ടും കുറയ്ക്കും ചെയ്യാം. സ്ക്രീന് പെർഫെക്റ്റ് ആണ്, കാരണം ഏകദേശം 12 മണിയാവാറായി. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത്രയും വെയിലടിച്ചിട്ട് പോലും ഇതിൻ്റെ അകത്തൊരു ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നമുക്ക് എല്ലാ റീഡ് ഔട്ട്സും ക്ലിയർ ആണ്. പക്ഷേ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മങ്ങിപ്പോവും, അത്രേ ഉള്ളൂ. പക്ഷേ അല്ലാത്ത കേസിൽ വലിയ പ്രശ്നമില്ല. ഇനി ഇതിന് മിക്ക ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും. സോ ഇതിന് ഫ്രണ്ടിലിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് വേണ്ട എല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു റീഡ് ഔട്ട്സിലൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. സ്പീഡ് കാണാൻ പറ്റും, ഏത് മോഡിലാണ്, റേഞ്ച്, എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്തും, അത് ഇത്രയും വെയിലടിക്കുമ്പോഴും ഇത്രയും റിഫ്ലക്ഷനുള്ള സമയത്തും നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇനി ORVM ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ആൾക്കാർ അത്രയും കൂടുതൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷേ സേഫ്റ്റിയുടെ കേസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത കാലത്ത് മഹീന്ദ്രയുടെ XCV 9S ഓടിച്ചപ്പോൾ അവൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമായി. പക്ഷേ ORVMൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ബാക്കിൽ വരുന്ന വാഹനത്തിൻ്റെ ഒരു പൊസിഷൻ എങ്ങനെ കൺട്രോൾ ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷേ ഈ വണ്ടിയുടെ അകത്ത് വെൽ ഡിസൈൻഡ് ആണ്. കാരണം നമുക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് എല്ലാ വാഹനത്തിനും കാണാൻ പറ്റും. ആംഗിൾസ് അഡ്ജസ്റ്റ് ചെയ്താലും അത് മാത്രമല്ല ഏതൊരാളുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് കൃത്യമാക്കി ആക്കാൻ പറ്റും. സോ അഗെയിൻ കുഡോസ് ടു ടാറ്റ ടീം ഫോർ മേക്കിംഗ് ഇറ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ പറയാനുള്ളത്. ഇനി അടുത്തൊരു SOC ചെക്കിൻ്റെ അകത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് ഹൈവേന്ന് അകത്തേക്ക് കയറി. അപ്പോൾ ഒരു 40 കിലോമീറ്റേഴ്സ് ഹൈവേയിൽ പോയതിന് ശേഷം നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് ഇനിയൊരു 5 കിലോമീറ്റർ പോകാണ്ട് അപ്പോഴാണ് നമ്മൾ ഇഷ ഫൗണ്ടേഷനിലേക്ക് എത്തുക. നല്ല സ്ഥലം കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഏകദേശം ആ എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ വൈകിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്ഥലമാണ്. ഇതിന് മുമ്പ് നമ്മൾ ഓൾട്രോസിൻ്റെ ഡ്രൈവിനാണ് ഇവിടെ വന്നത്. സോ ഈ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്ററിൻ്റെ മുകളിലായി. സോ ഇതിൻ്റെ SOC പറയുന്നത് വെച്ചാൽ 74% ബാലൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് 121 കിലോമീറ്റർ പോകാൻ പറ്റും. സോ നമ്മൾ നല്ല ചവിട്ടി ഓടിച്ചു. റീജൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ദിസ് വർക്ക്സ് വെൽ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ റീസൺസ് ആണ് ഞാനിവിടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ വണ്ടിയുടെ എക്സ്റ്റീരിയറിലെ മാറ്റം കാണാൻ സാധിക്കും, ഇൻറ്റീരിയേഴ്സിലെ മാറ്റം കാണാൻ സാധിക്കും. പക്ഷേ ബാറ്ററി പാക്കിലൊരു മാറ്റമില്ല. ബട്ട് ഇവർ ക്ലെയിം ചെയ്യുന്ന പോലെ വണ്ടിക്ക് ഏകദേശം ഒരു 100 കിലോമീറ്റർ പോകാനായിട്ട് 18 മിനിറ്റ് കൊണ്ട് ഇതിന് ചാർജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂട്ടനുസരിക്കുന്നത് ഇതിൻ്റെ അകത്ത് വന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ റീകാലിബ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്ന മാറ്റം എന്ന് വെച്ചാൽ ലിക്വിഡ് കൂൾ ടെക്നോളജി അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി വന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹീറ്റ്, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ബാറ്ററിയുടെ കേസാണ്, അങ്ങനെ ബാറ്ററിയുടെ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഓബിയസ്ലി ബാറ്ററി ഹീറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്കുള്ള ഔട്ട്പുട്ട് കൊടുക്കും. അങ്ങനെയാണ് ഈ വാഹനത്തിന് ബേസിക്കലി ബാറ്ററി മാറ്റാതെ തന്നെ ഇവർക്ക് കുറച്ചും കൂടി റേഞ്ച് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നോർമലി C75 ആണ് ഞാൻ 200 പറഞ്ഞത്. അല്ലാത്ത കേസിലാണെങ്കിൽ നമുക്കൊരു 265 to 270 വരെ കിട്ടും. അപ്പോൾ ഇതൊരു മാറ്റം. ഇനി അടുത്തൊരു മാറ്റം വന്നിട്ട് ഈ വണ്ടിയത്തെ റീജനിലെ മാറ്റമുണ്ട്. സോ റീജൻ ഇവിടെയാണ് നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക. സോ ബേസിക്കലി ഞാനിപ്പോൾ ഇതുവരെ റീജൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ റീജൻ ഉപയോഗിച്ചപ്പോൾ ഇത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ റീജൻ എത്രത്തോളം എഫക്റ്റീവ് ആവും അത്രത്തോളം നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കൈനറ്റിക് എനർജീനെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക് എനർജി ആക്കാൻ സാധിക്കും. സോ അതിവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ BMS ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാലിബ്രേഷനിലെ മാറ്റം വരുത്തിയിട്ടുണ്ട്. സോ അത് കാരണവും നമുക്ക് ഈ ഒരു വണ്ടിനകത്ത് ഇഫ് കമ്പയർ ടു ഇതിൻ്റെ പ്രീവിയസ് വേർഷൻ ഓഫ് ടിയാഗോ ഇലക്ട്രിക് ഓടിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റ് നിങ്ങളോട് പറയാൻ തോന്നിയ 3 മാറ്റം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇൻടേക്ക് ചാർജ് ഇൻടേക്ക് കപ്പാസിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ സോ ഇതൊക്കെ 19 കിലോ വാട്ട് ഉള്ളത് ഇവരിപ്പോൾ 30 കിലോ വാട്ട് ആക്കി. സോ 30 കിലോ വാട്ട് ആക്കിക്കൊണ്ടാണ് ഇവർക്ക് 18 മിനിറ്റ് കൊണ്ട് ഇതിന് 100 കിലോമീറ്റർ പോകാനുള്ള റേഞ്ചിൽ എത്തിക്കാൻ സാധിച്ചത്. സോ ബേസിക്കലി വണ്ടിയുടെ എക്സ്റ്റീരിയേഴ്സ് മാറി, ഇൻറ്റീരിയേഴ്സ് മാറി, വണ്ടി കുറച്ചുകൂടി പ്രീമിയമായി. അത് മാത്രമല്ല ടെക്നോളജിയിലും നല്ല രീതിക്ക് മാറ്റമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പഞ്ച് 60 കിലോ വാട്ടിൽ ചാർജ് ആവുകയാണെങ്കിൽ ഈ വാഹനം ഏകദേശം 30 കിലോ വാട്ടിൽ ചാർജ് ആവും. അറൗണ്ട് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ, ഒരു ചായ കുടിക്കുന്ന ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ വണ്ടീനെ ചാർജ് ചെയ്തിട്ട് ഒരു 100 കിലോമീറ്റർ പോകാനും സാധിക്കും. ഇനി ഈ വാഹനത്തിൻ്റെ ആക്സലറേഷനിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ലീനിയർ വേ ആണ്. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഡ്രൈവിലിട്ട് കഴിഞ്ഞാൽ, സ്പോർട്ടിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് അഗ്രസീവ് ആവുന്നുണ്ട്. പക്ഷേ വെച്ചിട്ട് വല്ലാണ്ട് അഗ്രസീവ് ആവില്ല. എനിക്ക് തോന്നുന്നു EVയിൽ എപ്പോഴും ഈ ഒരു ടൈപ്പ് ഓഫ് കാലിബ്രേഷനാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്ക് വേണ്ടത് റേഞ്ചാണ്, അല്ലാതെ ഇത് വെച്ചിട്ട് നമുക്ക് ആരും വെട്ടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഇത് സിറ്റി ഡ്രൈവ് കണ്ടീഷൻസിലുള്ള വാഹനമാണ്, 200 കിലോമീറ്റർ കിട്ടുള്ളൂ. സോ അവിടെ നമ്മൾ വെറുതെ എനർജി കളഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ
ഇനിയുണ്ട് ഈ വാഹനത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാം, ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അത് നമുക്കിനി അവിടെ എത്തിയിട്ട് നോക്കാം. $48.7 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ആദിയോഗിയുടെ അവിടേക്കാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ അവിടെ എടുത്തപ്പോൾ റീജിയൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആ സമയത്ത് എനിക്ക് 160 കിലോമീറ്റർ പോകുന്നത് കാണിച്ചു. അപ്പോൾ 160 ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് 106 വിത്ത് 69% ഓഫ് ചാർജ്. അപ്പോൾ നമുക്ക് സ്ഥിരം ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കാൽക്കുലേഷൻ. അപ്പോൾ 160 മൈനസ് ഇവിടെ കാണിക്കുന്നത് 48.7 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 113 കിലോമീറ്റർ സ്റ്റിൽ ഇതിനകത്ത് ബാലൻസ് വേണം. പക്ഷേ ഇവിടെ കാണിക്കുന്നത് 106. 106-110 എന്ന് പറയുമ്പോൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. അതായത് ഈ ഒരു വാഹനത്തിനകത്ത് ബാറ്ററി പാക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മാറിയില്ല. പക്ഷേ ഇതിനകത്തുള്ള കാലിബ്രേഷനും സോഫ്റ്റ്വെയറിൽ വന്ന മാറ്റം കാരണം തന്നെ ഇവിടെ എന്ത് കാണിക്കുന്നു ആ സാധനം കിട്ടുന്നുള്ള കേസിൽ എനിക്ക് നിങ്ങളോട് ഉറപ്പായിട്ടും പറയാം. ഞാനിതിന് പ്രത്യേകിച്ച് ഒരു EV ഓടിക്കുന്ന പോലെയല്ല ഞാൻ ഒരു വണ്ടി ഓടിക്കാറ്. പക്ഷേ സ്പോർട്ട് മോഡ് ഉപയോഗിച്ചിട്ടില്ല. ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ വണ്ടീനെ സ്പോർട്ട് മോഡിൽ യൂസ് ചെയ്യും. നല്ല രീതിക്ക് ഇതിൻ്റെ ഡൈനാമിക്സും മറ്റു കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്തായാലും ടെസ്റ്റ് ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്യും. റിയർ സീറ്റ് കംഫർട്ട് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ബാക്കിയുള്ള കുറച്ച് ടെസ്റ്റും കൂടി ഉണ്ട്. അത് മാത്രമല്ല ബ്രേക്ക് ടെസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ എത്തുമ്പോൾ അതിനകത്ത് 0% ആക്കും. അതിന് ശേഷമാണ് ഫൈനൽ വേർഡിക്റ്റ്. സോ സ്പോർട്ട് മോഡിൽ ഈ ഒരു വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഗാർഡ് റോഡ് ഫീൽ ഉണ്ട് ഇവിടെ. അതായത് ബാക്കിയുള്ള വണ്ടി പോലെ സ്പോർട്ട് മോഡ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഓവറായിട്ടുള്ള സംഭവമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഒരു 90 ഒക്കെ പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കേണ്ടത്. മാത്രമല്ല ഇൻ ടേംസ് ഓഫ് ഹാൻഡ്ലിംഗ് നോക്കുകയാണെങ്കിൽ കയ്യിൽ നിന്ന് പോകണൊരു ഫീലില്ല. ഈ ഒരു കോർണർ കൂടി നോക്കി നോക്കാം. ബേസിക്കലി ഇതൊരു EV ആണ്. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണോ അത് നമ്മളങ്ങനെ കയ്യിൽ നിന്ന് പോകാൻ സംഭവിക്കുന്നില്ല. സോ ഒരു നോർമലി ഒരു 80 to 90 കിലോമീറ്റർ സ്പീഡിൽ നിൽക്കുന്ന സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ ഗാർഡ് റോഡ്സിലൊക്കെ ഇങ്ങനെ രസകരമായിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ ഈ വണ്ടി കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. ടിയാഗോ 2026 EVയുടെ ഗ്രേഡബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മുടെ മുകളിൽ കാണുന്ന സംഭവം. ഇത് കയറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ Tiago.EV 2026ൻ്റെ ഗ്രേഡബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മല അങ്ങോട്ട് കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഗ്രേഡബിലിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വിഷ്വലി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് താഴെ കൂടി പോയി കഴിഞ്ഞാൽ ശരിക്കൊരു മലയാണ്. ഇതിൻ്റെ ഗ്രേഡബിലിറ്റി ഏകദേശം ഒരു 35 ഡിഗ്രിയുടെ മുകളിലാണ്. ആൻഡ് സ്റ്റിൽ ഈ വാഹനം EV ആയിട്ടും കയറി. അപ്പോൾ രണ്ട് ഗുണങ്ങൾ സംഭവിച്ചു. ഒന്ന് വന്നിട്ട് ഇൻസ്റ്റൻറ്റ് ടോർക്ക്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു എന്താ പറയുക, അത്രയും ഓടി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നിന്ന സ്ഥലത്ത് നിന്ന് കയറാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ബേസിക്കലി EV ആകുമ്പോൾ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ CGS സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. സോ ഇനിയും പോവും സുഖമായിട്ട്. പക്ഷേ ഇനി നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇതാണ് ആ താഴെ കാണുന്ന റോഡ്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ മറ്റേ ഈഷയിലേക്ക് വരികയാണെങ്കിൽ ബാംഗ്ലൂർ, ഈ
ഈ ഒരു മല ഓപ്പണാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ സൂക്ഷിക്കണം, അപ്പുറത്തൊക്കെ കൊക്കയാണ്, അതായത് ശരിക്കും പാറ പൊട്ടിച്ചുള്ള സ്പേസാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുമ്പോൾ. ഏകദേശം ഒരു 1000 അടി മുകളിൽ വരെ നമുക്കിതിനെ കയറ്റി. ആൻഡ് സ്റ്റിൽ ദിസ് ഇസ് വർക്കിംഗ്. AC ഇട്ടിട്ടാണ് കയറ്റിയ, ഡ്രൈവ് മോഡിലാണ് കയറ്റിയ, സ്പോർട്ട് മോഡിൻ്റെ വന്നിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്കിനി ഈ വാഹനം വാങ്ങണോ വേണ്ടതെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഗ്രേഡബിലിറ്റി ടെസ്റ്റ് ഇത് 100% പാസ്സായിട്ട്, ഇങ്ങനെ ആരും ഇത് കേട്ടില്ല. അപ്പോൾ ടിയാഗോനെ ഇതിന് മുകളിൽ കയറ്റാനുള്ള റീസൺ വേറെ ഒന്നുമില്ല. കാരണം ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm ആണ്. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അടി തട്ടോ നോക്കി, അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമില്ല. പിന്നെ അത് മൊത്തം ഇലക്ട്രിക് വണ്ടിയാണ്, ഇടയ്ക്ക് ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന കാണാം. പക്ഷേ കുഴപ്പമില്ല, വെയിറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കയറ്റാൻ സാധിക്കും. വെച്ചാൽ ഓഫ് റോഡും ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഈ വണ്ടിയുടെ പവറും മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തെന്നുള്ളൂ. അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു സാധനം ആക്ച്വലി സർപ്രൈസ് ആയിരുന്നു. ഞാനത് മല കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. കാരണം ഹാരിയറൊക്കെ കയറിപ്പോയതാണ്, അപ്പോൾ ബേസിക്കലി ഇൻസ്റ്റൻറ്റ് ടോർക്ക് അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ബട്ട് സ്റ്റിൽ വെരി ഇംപ്രസീവ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മെയിൻലി നോക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ വണ്ടിയുടെ ബ്രേക്ക്. അപ്പോൾ അത് ഇറങ്ങി വരുന്നപ്പോഴാണ് എനിക്ക് തോന്നി ഈ വണ്ടിയുടെ ബ്രേക്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോർമലി ഒരു 60 കിലോമീറ്ററിന് ശേഷം പിടിക്കുമ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുക വെച്ചാൽ നമ്മളിപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫോർക്ക് ലൂസ് ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ചാട്ടം ഫീൽ ചെയ്യില്ലേ, അതുപോലെയാണ് ഇതിപ്പോൾ ബ്രേക്ക് ഔട്ടുമ്പോൾ ഒരു സാധനം ഉണ്ട്. അതിപ്പോൾ ഈ ഒരു വണ്ടിക്ക് മാത്രമേ ഉള്ളൂ, അല്ല കണ്ടോ, ശരിക്കും ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഫീൽ ചെയ്താണ്. ഇനി സൗണ്ട് സിസ്റ്റം. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ആളുകളോട് പറയുന്നത്, കാരണം ഒരു 30 ലക്ഷത്തിന് താഴെ ഒരു വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും ടിയാഗോൻ്റെ സൗണ്ട് സിസ്റ്റം പറയാം. കാരണം പ്രത്യേകിച്ച് എൻ്റെ അകത്ത് ഒന്നുമില്ലാത്ത തന്നെ അത് അത്രയും നല്ല രീതിക്ക് സൗണ്ട് ചെയ്തായിരുന്നു. പക്ഷേ അതൊക്കെ വെറും സ്വപ്നം മാത്രമായി. പഞ്ചിലാണിത് ഞാൻ ആദ്യം കണ്ട്, പഞ്ചിൽ തന്നെ അട്ടർ ഫ്ലോപ്പായിരുന്നു. അതേ സെയിം സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ ഇതല്ല, അതായത് എൻ്റെ ടിയാഗോ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും ആരെങ്കിലൊക്കെ ടിയാഗോ ഇതിലേക്ക് വരുമെങ്കിൽ. ബട്ട് ഫീച്ചറിസ്റ്റിക് ആണ്. പുതിയ ജനറേഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അതായത് ആൻഡ്രോയിഡ് ഓട്ടോ വരുമ്പോൾ എന്താ സംഭവിക്കുക, കുറേ ഫീച്ചേഴ്സ് വരുമ്പോൾ എന്നാൽ സൗണ്ട് ക്വാളിറ്റി പോകില്ല, അതേപോലെ സംഭവിച്ചു. അപ്പോൾ ഞാനിതിൻ്റെ ഫാനല്ല, ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല പാട്ട് കേൾക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളുടെ ഗുണം എന്താ വെച്ചാൽ സൗണ്ട് സിസ്റ്റം വീക്ക് ആകുമ്പോൾ പിന്നെ നമുക്ക് പരസ്പരം ഫ്രണ്ട്സുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കും. സോ ആ ഒരു കാര്യത്തിലൊരു ഗുണകരമായിട്ട് സംഭവിച്ചു. ഇനി ഇവർ പറഞ്ഞു സസ്പെൻഷൻ റീട്യൂൺഡാണ്. സോ റിയറും കൂടി ഞാനൊന്ന് ചെക്ക് ചെയ്യാം. അതുമാത്രമല്ല, ഇപ്പോൾ ഏകദേശം നമ്മൾ തിരിച്ചു പോവാണ്. 53% ഉണ്ട്. അവിടെ എത്തുമ്പോഴേക്ക് ഇത് അവസാനിപ്പിക്കണം. ഇനി തിരിച്ചു പോകുന്നതൊക്കെ സ്പോർട്ട് മോഡിലാണ്. അങ്ങനെ ഒരു പ്രോപ്പർ വേർഡിക്റ്റ് നിങ്ങൾക്ക് ഞാൻ അവിടെ ഹോട്ടലിലെത്തിയ ശേഷം ഞാൻ പറയാം. ആരോ ചാടി. ഓക്കെ, സോ അഗെയിൻ പുഷ് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഞാൻ വിട്ടുപോയ കാര്യം. ഈ വണ്ടിയുടെ 0 to 100 ഒക്കെ ഏകദേശം നമുക്കൊരു 10 seconds പ്ലസ് ആണെങ്കിലും ഈ വണ്ടിയുടെ ഒരു വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് ലോക്ക്ഡാണ്. നമ്മൾ എങ്ങനെ ഓടിച്ചാലും 120ൻ്റെ മുകളിൽ ഒരു വണ്ടി പോകില്ല. കണ്ടോ, ഒരു 120 കഴിഞ്ഞാൽ പിന്നെ അതാ 121, 122. യെസ്, സോ 122 ഉള്ളൂ ഇതിൻ്റെ മാക്സിമം സ്പീഡ്. അതിന് ശേഷം നമുക്കിതിനെ സ്പീഡ് കൂട്ടാൻ സാധിക്കില്ല. സോ അതും കൂടി ഇതിൻ്റെ അകത്തൊന്ന് എടുത്ത് പറയണം തോന്നി. ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് പോകാം. ടിയാഗോ .EV 2026ൻ്റെ റിയർ സീറ്റ് കംഫർട്ടബിളാണ്. കാരണം നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓബ്വിയസ്ലി ഇതിൻ്റെ കോമ്പറ്റീറ്ററിനെക്കാട്ടിലും 100% നമുക്ക് സുഖം നൽകുന്നൊരു റിയർ സീറ്റാണ്. ആംഗിൾസ് വലിയ പ്രശ്നമല്ല. മുട്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഫ്രണ്ടിൽ വേണമെങ്കിൽ കാലിങ്ങനെ താഴ്ത്തി വയ്ക്കാം. പിന്നെ കുറച്ചുകൂടി കംഫർട്ടാക്കാൻ, പ്രത്യേകിച്ച് നല്ല വെയിലുള്ള സമയമാണ് ബാംഗ്ലൂർ. സോ ഇതിൻ്റെ റിയർ AC വെൻറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ആംബ്രസ്റ്റ് ആവാമായിരുന്നു, അത് പിന്നെ കുറച്ച് അതിമോഹമായി പോവും. പിന്നെ ഏറ്റവും വലിയ ഗുണം സംഭവിച്ചത് ഈ ഒരു പവർ വിൻഡോൻ്റെ ഈ സംഭവമില്ലേ, അത് കാരണം നമുക്ക് ഇങ്ങനെ കൈ വയ്ക്കാൻ കറക്റ്റാണ് ഇൻ ടേംസ് ഓഫ് എർഗണോമിക്സ്. പിന്നെ റോഡ് നോയ്സും മറ്റു സാധനമൊക്കെ അകത്ത് കേൾക്കും. അതൊന്നും കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ ആ വണ്ടിയുടെ പ്രൈസ് വെച്ചിട്ട് വേറെ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വണ്ടിയുടെ വിലയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ലൈക്ക് വെൽ വർത്ത്. പിന്നെ സ്പീഡ്സ് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 100-ലൊക്കെയാണ് ഇപ്പോൾ പോണത്. പക്ഷേ അങ്ങനെ റെഗുലേഷൻസ് ഒന്നും അറിയില്ല. ബേസിക്കലി ഇതൊരു EV ആണ്. സോ CG ബെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കേൾക്കുന്ന ശബ്ദം തന്നെയാണ് ഇതിൻ്റെ ആ ഒരു റോഡ് നോയ്സും ബാക്കി എയർ നോയ്സൊക്കെ. പക്ഷേ കുറച്ച് കൂടുതലാണ്, ബട്ട് നോ കംപ്ലയിൻസ്. സോ ഉറപ്പായിട്ടും ഒരു ഫാമിലിക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് ടിയാഗോൻ്റെ EV. അങ്ങനെ ആദിയോഗിയുടെ അവിടെ പോയിട്ട് തിരിച്ചെത്തി. ഏകദേശം 102 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തു. ഇവിടെ കാണിക്കുന്ന SOC 27% ഇനിയും ബാലൻസ് ഉണ്ട്. അത് വെച്ചിട്ട് ഈ വണ്ടിക്ക് 50 കിലോമീറ്റർ പോകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ, ഇതിനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ വറ്റിക്കുക, ഡ്രൈ ഔട്ട് ചെയ്യുക. സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പരിസരത്ത് നമുക്കിതിനെ മാക്സിമം പുഷ് ചെയ്ത് ഓടിക്കാം. ഇപ്പോൾ സ്പോർട്ട് മോഡിലാണ്, അതിനുശേഷം സ്പോർട്ട് മോഡ് മാറ്റിയിട്ടില്ല. അപ്പോൾ സ്പോർട്ട് മോഡും അതുപോലെ തന്നെ ഡ്രൈവും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ബാക്കിയുള്ള വണ്ടികളെ പോലെ ഒരു G-ഫോഴ്സ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല.
ഇനി ഈ ഒരു വണ്ടിയുടെ സീറ്റ് കംഫർട്ടിനെ കുറിച്ച് പറയണം. കാരണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചെറുതായി തോന്നുമെങ്കിൽ പോലും എന്നെ പോലൊരാൾ അല്ലെങ്കിൽ ഏകദേശം ഒരു 6 ഫീറ്റുള്ള ആൾക്കൊക്കെ സുഖമായിട്ട് അതിരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് എനിക്കൊരു കമ്പാരിസൺ വാല്യൂ നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഇപ്പോൾ EVയിൽ തന്നെ ഒരു ബ്രാൻഡ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ അത് വലിയൊരു EV ആണ്. അതുമാത്രം എൻ്റെ സീറ്റ്സൊക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ സോഫ പോലെ ഫീൽ ചെയ്യുമെങ്കിൽ പോലും അതിൽ നമുക്ക് കംഫർട്ട് കിട്ടാത്തൊരു കേസ് എന്താ വെച്ചാൽ ഇതിന് കൃത്യമായിട്ട് ആ ഒരു ബോഡി ഷേപ്പ് അനുസരിച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മറ്റേതങ്ങല്ല ഒരു സോഫ പോലെ ഉണ്ടാക്കുമ്പോൾ ഇൻ ടേംസ് ഓഫ് അൺഡിലേഷൻസ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തിരിക്കുക അല്ലെങ്കിൽ വൈൻഡി റോഡ്സിലൊക്കെ പോകുമ്പോൾ ഇത് നമ്മൾ ഹോൾഡ് ചെയ്യും, പക്ഷേ ആ ഒരു വാഹനം അതിനെ ഹോൾഡ് ചെയ്യില്ല. സോ അതൊരു വലിയൊരു ഫാക്ടറാണ്. സോ ഇതിൻ്റെ സീറ്റ്സ് കംഫർട്ടബിൾ ആണ്. ഞാൻ റിയറിലിടുന്ന് നോക്കി, എനിക്ക് കംഫർട്ടായി തോന്നി. അത് മാത്രമല്ല ഈ ഒരു സീറ്റിംഗ് പൊസിഷനും അത് മാത്രമല്ല ഈ ഫ്രണ്ടിലൊക്കെ നമുക്ക് എല്ലാ സംഭവം കൃത്യമായിട്ട് കാണാനും സാധിക്കും. സോ അഗെയിൻ 8/10 ഫോർ ദ സീറ്റിംഗ് ലേ ഔട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് എയർപോർട്ടിൻ്റെ ഭാഗത്ത് കൃത്യമായി പറഞ്ഞാൽ 100 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിച്ചു. 25% ബാലൻസ് ഉണ്ട്. ഇപ്പോൾ 24 ആയി. സോ ഇത് വെച്ച് വണ്ടിക്ക് ഒരു 48 50 അറൗണ്ട് ഓടാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം വേറെ ഒന്നുമില്ല, അതിനെ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് ചെയ്യണം. അപ്പോൾ വറ്റിക്കലാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാം. അത് മാത്രമല്ല 25% താഴെ SOC പോകുമ്പോൾ ഈ വണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ ഫോണിൽ കട്ട് ചെയ്തോട്ടെ. യെസ്. അപ്പോൾ 25% താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ SOC ഈ പറഞ്ഞ പോലെ 120 കിലോമീറ്റർ സ്പീഡ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നോർമലി ഇതാരും നോക്കാറില്ല. ആ കാര്യം കൂടി നോക്കാം. സോ നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ മിസ് ഔട്ട് ചെയ്യരുത്. കാരണം ഇനി ലാസ്റ്റിലെത്തുമ്പോൾ മിക്ക ആളുകളും ടാറ്റയ്ക്ക് കുറ്റം പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ഞങ്ങളുടെ ബാറ്ററി ഇറങ്ങി പോകുമ്പോൾ അതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മളിവിടെ നോക്കും. ഇരുപത്തഞ്ച് ശതമാനത്തിന് താഴെ SOC പോകുമ്പോൾ ടിയാഗോ EV 2020 എന്തൊക്കെ സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ 25 താഴെ പോകുമ്പോൾ ആദ്യം തന്നെ സ്പോർട്ട് മോഡ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവൻ നമ്മൾ എത്ര തിരിച്ചാലും അവിടെ D തന്നെ കാണും. അപ്പോൾ അതൊന്ന്. അതിനുശേഷം നമ്മുടെ ഈവൻ Dയിൽ കിട്ടുന്ന നോർമൽ പിക്കപ്പിനെക്കാട്ടിൽ പിക്കപ്പ് ഇങ്ങനെ കുറഞ്ഞു പോകും. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 14% ഉണ്ട്. അത് വെച്ച് 31 കിലോമീറ്റർ പോകാൻ പറ്റും. 30-31. നമ്മുടെ ഹോട്ടലിലേക്ക് 21 കിലോമീറ്റർ ഉണ്ട്. അതായത് 10ൻ്റെ ഒരു മാർജിൻ ആയിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനി കൃത്യമായിട്ട് അറിയാൻ പറ്റും ദാറ്റ് ഈ ഒരു വാഹനത്തിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വറ്റിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു റേഞ്ച് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. 15% ഒക്കെ ആകുമ്പോൾ പിന്നെ വണ്ടി സ്പീഡ് എത്ര പോകുന്നു കൂടി ഞാൻ പറഞ്ഞുതരാം. അറൗണ്ട് ഒരു കുറച്ച് ലാഗ് ആണെങ്കിൽ പോലും ഇത് അറൗണ്ട് ഒരു 112 നമുക്ക് നോക്കാം. 106 110 എനിക്ക് തോന്നുന്നു സ്പീഡിൽ കുറവില്ല. അതായത് 13% പോലും വണ്ടിക്ക് ഏകദേശം നമുക്കൊരു 120-121 ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്പീഡിലൊരു മാറ്റമില്ല. ബട്ട് ആ സ്പീഡ് എത്താനുള്ള ടൈം കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. വേറെ എവിടെയും വലിയ മാറ്റങ്ങളില്ല. AC ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി 10% ആകുമ്പോൾ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവുക. അപ്പോൾ 20 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ 29 കിലോമീറ്റർ പോകും. 13% ചാർജ് എന്താവുന്നുള്ള ഉറപ്പായിട്ടും നോക്കിക്കാണാം. അപ്പോൾ സ്ഥിരമായിട്ട് ആളുകളൊക്കെ ഇതിൻ്റെ നോർമൽ മോഡിൽ 0 to 100 ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ 11% ഉള്ളൂ. ഇതിൻ്റെ സ്പോർട്ട് മോഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ 0 to 100 എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. റെഡി 1 2 and 3 40 50 കഴിഞ്ഞു. ഇവിടെ ഒരു മാർക്കർ വന്നു ദാറ്റ് ഇനി എത്രയും പെട്ടെന്ന് ഫ്യൂൽ ചെയ്യണമെന്ന്, ലൈക്ക് ചാർജ് ചെയ്യണമെന്നുള്ള. 77 78 82 83 കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ഈവൻ ഇത് പ്ലെയിൻ റോഡാണ്. ചെറിയൊരു ഇറക്കണ്ടായിട്ട് പോലും കഷ്ടപ്പാടാണ്. യെസ്. അപ്പോൾ 0 to 100 ഇത് എത്തില്ല. അപ്പോൾ അഗൈൻ 10% ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ 83 ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. അപ്പോൾ ഇത് കേട്ടോ ഇവിടെ 32-33 സെക്കൻഡ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അഗൈൻ പുതിയൊരു ഇൻസൈറ്റാണ്. 10% ശേഷം വണ്ടി 80 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 75-80 ആ ഒരു റേഞ്ചിലുള്ളൂ. സോ 25 ശേഷം 121 വരെ പോവുമെങ്കിൽ പോലും 10% താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ല. അതും ഇതായി. ഇവിടെ ഒരു എന്താ പറയുക, നമുക്ക് എത്രയും പെട്ടെന്ന് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് വന്നു. 10% വന്നു. ഇവിടെ പ്രത്യേകിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. റേഞ്ച് ഇപ്പോൾ കൃത്യമായി കാണിക്കുന്നില്ല. മറ്റേത് നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നു. സോ നോക്കാം എന്ത് സംഭവിക്കുന്നു. ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അവിടെ ഇട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. രാവിലെ 160 കിലോമീറ്റർ പോകാനുള്ള ചാർജ് തുടങ്ങിയാണ് 98%. ഇപ്പോൾ അതാണ് കാണുന്ന ഹോട്ടൽ. അപ്പോൾ ഇവിടേക്കാണ് തിരിച്ച് വരേണ്ടത്. 1% ചാർജ് ഉണ്ട്. അത് വെച്ച് എത്ര പോകുമെന്ന് കാണിക്കില്ല, അവിടെ ചാർജ് എന്നാ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ
എത്തും. അതായത് ഇവിടെ 148.2, എനിക്ക് തോന്നുന്നു ഒരു 150 ആകുമ്പോഴേക്കും ആ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വണ്ടി 160 പറയുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എങ്ങനെ ഓടിച്ചാലും ഇത് ഒരു 150 കിലോമീറ്റർ ഫോർ ഷുവറാണ്. അപ്പോൾ ഇതിൻ്റെ വേർഡിക്റ്റ് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഓട്ടം ഒരു 150 കിലോമീറ്റേഴ്സിൻ്റെ അകത്താണ്, അല്ലെങ്കിൽ 150 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ ഒരു വാഹനം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിനെക്കാട്ടിലും കൂടുതൽ ഓട്ടം ഉണ്ടെങ്കിൽ മാത്രം പഞ്ചീവിയിലേക്ക് പോയാൽ മതി. അല്ലാത്ത കേസിൽ പഞ്ചീവി കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അതിനനുസരിച്ച് വണ്ടിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളിലെല്ലാം ഞാൻ കൺവിൻസ്ഡ് ആണ്. സോ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കുറേ സമയം നമ്മളിങ്ങനെ കിടന്ന് കറങ്ങി ഫ്ലൈറ്റ് കറങ്ങുന്ന പോലെ, കാരണം എന്തായാലും ഇവിടെ വറ്റിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു വാഹനം കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 150 കിലോമീറ്റേഴ്സ് ചെയ്യാമെന്നുള്ളത് ഓൾ തിങ്സ് ഓട്ടോയുടെ ഗ്യാരണ്ടി. അങ്ങനെ 0%-ലെ 150.8 കിലോമീറ്ററിൽ അങ്ങനെ ഫുൾ ബാറ്ററി തീർന്നിരിക്കുകയാണ് ടിയാഗോൻ്റെ. അപ്പോൾ ഫൈനൽ ക്ലൈമാക്സ് ആയി. വണ്ടിയെക്കുറിച്ച് എല്ലാം ഞാൻ നല്ലത് പറഞ്ഞു, പക്ഷേ ഈ ഒരു സംഭവം കൂടി ഒന്ന് മാറ്റായിരുന്നു. ഈ ഒരു ഡ്രൈവ് സെലക്ടർ ഓൾഡ് ജെൻ ആണ്. അത് മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ വണ്ടിയിടത്തൊക്കെ നമ്മൾ ഉപയോഗിച്ച ആ ഒരു സുഖം പിടിച്ചു പോയതിന് ശേഷം നമുക്കത് തീരെ പിടിക്കില്ല. അപ്പോൾ ഫൈനൽ വേർഡിക്റ്റ് 0% ചാർജിൽ ടിയാഗോ EV 2026 അപ്ഡേറ്റ് ഓടുന്നത് 150.8 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ, അതുപോലെ തന്നെ ഓൾ തിങ്സ് ഓട്ടോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ സേഫ് ആയിരിക്കുക. ഞങ്ങളിപ്പോൾ കുടുങ്ങിപ്പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. കറക്റ്റ് ആ താജിൻ്റെ ഗേറ്റിലെത്തുമ്പോൾ ഓഫായി പോയി. അതായത് ഇപ്പോൾ ഇവർക്ക് ഒരു വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല, അങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല. സ്റ്റിൽ നിങ്ങളുടെ വണ്ടി കംപ്ലീറ്റ്ലി ഓഫായി നിന്ന് പോയാലും ഇതിനകത്ത് ബ്ലോവർ വർക്ക് ചെയ്യും, അകത്തുള്ള ഡിസ്പ്ലേ വർക്ക് ചെയ്യും, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നത് ഓക്സിഡറി ബാറ്ററിയിൽ നിന്നാണ് അത് പവർ എടുക്കുന്നത്. അപ്പോൾ ഡെഡ് 150 കിലോമീറ്റർ ഓടിയതിന് ശേഷം താജിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ വാഹനം കംപ്ലീറ്റ്ലി നിന്ന് പോയി. ഇനി ഈ നിന്ന് പോയ വണ്ടി എന്ത് ചെയ്യുമെന്നുള്ള കാര്യം കൂടി നോക്കാം.